ഹായ്. അപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിന്നത് ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് 4 ദിവസം നിന്നിരുന്നല്ലോ. അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഉള്ള ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ആരും എവിടേക്കും പോകണമില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അപ്പം ഏട്ടത്തി പറഞ്ഞു, ഏട്ടത്തി എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. ഹസ്ബൻഡ് എന്നൊക്കെ ഞാൻ പറയാൻ പോകുന്നുണ്ട്, സോറി. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഏട്ടത്തി ഇന്ന് പത്തിരി ഉണ്ടാക്കുക, പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ചേച്ചി പത്തിരിക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് കേട്ടോ എൻ്റെ വലിയ ചേച്ചി. പിന്നെ ഇവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്, അതെൻ്റെ ചെറിയ ചേച്ചിയാണ്. അപ്പോൾ എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോകളും ഇതൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചേച്ചി ഇവിടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് എടുത്ത് പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. അവൾ ആ വീതനയമൊക്കെ ഇങ്ങോട്ട് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ, പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നല്ല ഇരുത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ചേച്ചി തേങ്ങാപ്പാൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ പത്തിരിക്കുള്ള മാവ് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എടുത്തേക്ക്. അതിപ്പോൾ കാണിക്കാൻ ആരും ഞാനല്ലേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതാണ് ഞങ്ങളെ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി, ഇപ്പോൾ ദശു കേട്ടോ, താട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടനെ താട്ടൻ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുക. ഞങ്ങളെ നാട്ടിലൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ താട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഞങ്ങളും ശീലിച്ചത്, അതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്ന് പറയുമ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ താട്ടൻ തന്നെ പറയുകയാണ്. അപ്പോൾ എടുത്തി അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കണതൊക്കെ, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ വേഗം ഷർട്ടൊന്നും ഇട്ടിട്ടില്ല വെച്ചാൽ വേഗം ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി വരുന്ന ആളാണ്. അതിനിടയിൽ ചിന്നു അവിടെ പല്ല് തേക്കാൻ നിൽക്കുക കേട്ടോ. ചിന്നു വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ചിന്നും ശ്രീകുട്ടനും. ദേവുട്ടിയാണ് കേട്ടോ, അത് ചെറിയ ചീന മോളാണ്, ചെറിയ മോള്. അപ്പോൾ അവളും ചായ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ താട്ടൻ. അപ്പോൾ ആളും താട്ടനും അവിടെ ചായ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി സംഘങ്ങളെല്ലാവരും കൂടിയും ചായ കുടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വലിയ ആൾക്കാർ ഇരുന്നിരുന്നത്. ഇതാണ് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ചുവന്ന ടീഷർട്ട് ഇട്ട് ഇരിക്കുന്നത്, അതാണ് ചെറിയ ചേച്ചീൻ്റെ വലിയ മോൻ കേട്ടോ. ചിന്നുവിൻ്റെ അതേ പ്രായമുള്ള ആളാണ് കേട്ടോ. അവർക്ക് ഓരോ ജോഡികളായിട്ടാണ് വീട്ടിൽ. ശ്രീകുട്ടന്, ചിന്നു, അതേപോലെ സായി, പിന്നെ ഹരിക്കുട്ടൻ, അങ്ങനെ ചെറിയ ആൾക്കാർ രണ്ടുപേരും, അങ്ങനെ ഒരു ജോഡികളാണ്. പൊന്നുവിന് മാത്രമേ ആളില്ലാത്തുള്ളൂ. പൊന്നു എന്ന് പറയുമ്പോൾ വലിയ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. അവൾ വന്നിരുന്നു. അവൾ പിന്നെ ആ ദിവസം തന്നെ ഞായറാഴ്ച വൈകുന്നേരം അവൾ പോയി. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ പത്തിരിയിലൊക്കെ ഒഴിച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ നല്ല ഇതിൽ കഴിച്ചു കേട്ടോ. എല്ലാ കുട്ടികളത്തെ എല്ലാവരും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണേ. പിന്നെ ഈ വീഡിയോയിൽ അമ്മേനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ അമ്മ അമ്പലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ, രാവിലെ എല്ലാ ദിവസവും പോകുന്നതാണ്. അപ്പോൾ അമ്മ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചിന്നും ഞങ്ങളൊക്കെ ചായ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എടുത്ത് എല്ലാവർക്കും എടുത്തു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ്. അടുക്കളയിലാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ. പിന്നെ അവിടെ താടിന് വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വീട് പണീൻ്റെയൊക്കെ ഓരോ ഘട്ടങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ ഷോർട്സായിട്ട് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഇനി അടുത്ത പണികൾ, ഇപ്പോൾ അവിടെ ഫ്ലോറിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടിട്ട് ഇന്ന് ഞങ്ങൾക്ക് അന്നൊരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ, അമ്മായിമാരെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവുക. അപ്പോൾ എന്നെയൊക്കെ മേക്കപ്പ് ചെയ്തെടുത്തത് പൊന്നും ചിന്നും കൂടിയാണ് കേട്ടോ. ഞങ്ങളെയൊക്കെ ഒന്ന് ലുക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ നേരത്തെ കണ്ട കോലത്തിലൊന്നും ആയിരിക്കില്ല അത് കാണാം. പിന്നെ ഇതുണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തി പൊട്ടുവെള്ളരീൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ചിന്നും പൊന്നുമൊക്കെ കണ്ടോ, മുഖത്തൊക്കെ നല്ല കഥകളിക്ക് ഒരുങ്ങിയിട്ടുള്ളതാണ്, നല്ലതായിട്ടുണ്ട് അവർ. പിന്നെ അവർ ഫേഷ്യലൊക്കെ ആയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തി ഒരുങ്ങി ഇറങ്ങി. പിന്നെ കാറിൽ അവരൊക്കെ കുട്ടികളൊക്കെ കാറിൽ കയറിയിരിക്കുക കേട്ടോ. വലിയ കുട്ടികളെ കൊണ്ടുപോകണില്ല. ചിന്നുവിനെ, ശ്രീകുട്ടനെ, പൊന്നുവിനെ, ചേച്ചി ഇല്ല കേട്ടോ. അപ്പം ഞങ്ങളും മാത്രമേ പോകണുള്ളൂ. അപ്പോൾ ചെറിയ ചേച്ചി അതാ ഒരുങ്ങി വരണം. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. നല്ല ഒരുങ്ങി ഇറങ്ങുമ്പോൾ വേറെ ലുക്ക്, വീട്ടിലിരിക്കുമ്പോൾ വേറെ ലുക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ ആരും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അമ്മയുടെ രണ്ടാമത്തെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ ആദ്യം പോണത്. അതിനിടയിൽ നമ്മൾ അവിടെ ഒരു കടയിൽ നിന്ന് ബേക്കറിയൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ബേക്കറി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അതാണ് അവിടെ നോക്കി. പിന്നെ ഞങ്ങൾ ബേക്കറി കയറാനൊരു കടയിലേക്ക് ഇറങ്ങി. അപ്പോൾ അടിപൊളി ഐറ്റംസാണ് കേട്ടോ ബേക്കറികളൊക്കെ, എല്ലാ ബേക്കറികളും ഉണ്ട്.
നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഏതൊക്കെ വാങ്ങിക്കേണ്ടതെന്നൊക്കെ തോന്നും, അത്രയ്ക്കുമുണ്ട്. പിന്നെ ഈ കളറിൽ ഉണ്ടല്ലോ, കളർ ചേഞ്ച് ആയിട്ട് ഒരുപാട് അത് ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ നമ്മളോട് പറഞ്ഞതാട്ടോ ഈ ജെല്ല് മിഠായി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മാത്രമല്ല, ഞങ്ങൾ വലിയവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലിരുന്നിട്ട് ഞങ്ങളെല്ലാവരും അത് കഴിക്കുകയാണ് കേട്ടോ. വണ്ടിയിലിരുന്നിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട്, അവളും കുട്ടികൾക്കൊക്കെ അവിടേക്ക് മുന്നിലേക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവരും ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചുകൊണ്ട് യാത്രയിലാണ്. അതിനിടയിൽ നമ്മൾ ഇവിടെ വല്യച്ഛൻ്റെ മോന് മലപ്പുറം ഒരു ഹോസ്പിറ്റലുണ്ട് കേട്ടോ, അവൻ്റെ അടുത്ത് അവനൊരു ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെ ബഹളമായിരുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നിന്ന് അത്ര സമയം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോണ യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ അമ്മായിയൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് കുറേ നേരമായിട്ട്. ഞങ്ങൾ രാവിലെ വിളിച്ച് പറഞ്ഞതായിരുന്നു കേട്ടോ വരുന്നത്. അപ്പോൾ അമ്മായി കുറേ നേരമായിട്ട് കാത്തിരിക്കുക, നിങ്ങൾ എന്താ അത്ര വൈകിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറിയിട്ടും കൂടി വന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് വൈകിട്ടാണല്ലോ എത്തിയത്. അപ്പോൾ നല്ല ഉച്ച സമയത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അമ്മായി എന്താ ഇപ്പോൾ വേണ്ടത്, അപ്പോൾ ഞങ്ങളിപ്പോൾ വെള്ളം മതി, പിന്നെ ചോറുണ്ണാനായല്ലോ, അപ്പോൾ പിന്നെ ഇപ്പോൾ വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അമ്മായി അടുക്കളയിലേക്ക് പോവാം കേട്ടോ. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മായിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ മരുമകളും മോനൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് തൊട്ടടുത്ത വീട്ടിലൊരു പരിപാടി ഉണ്ടായിട്ട് അങ്ങനെ പോയതാട്ടോ. അവർ തിരിച്ചു വന്നതാട്ടോ. ഇതാണ് അമ്മയുടെ ചെറിയ മരുമകൾ ശില്പ. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ കുട്ടികളതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറിനായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഈ ചോറിനൽ കഴിയുന്ന സമയത്തേക്കാട്ടോ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ എടുത്താട്ടോ, ഞങ്ങളും അമ്മായിയും എല്ലാവരും കൂടിയാട്ടോ ഒരുമിച്ചിരുന്നത്. അങ്ങനെ അമ്മായിയുടെ മോന് ചെറിയ മകൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തൊട്ടടുത്ത വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ ഈ അതും എടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരിക്കുക കേട്ടോ. അവർക്കൊന്നും വീഡിയോ എടുക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അങ്ങനത്തെ ഒന്നും എടുക്കണ്ട, അങ്ങനത്തെ ഒന്നും പറയാത്ത ആൾക്കാരാണ്. അവർക്കിപ്പോൾ പുതിയതായിട്ട് വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്കും പോയി എന്ന് പറയണ്ട, ഒരു മുറ്റത്ത് തന്നെയുള്ള പോലെ തന്നെയാണ് ഇപ്പോൾ വീട് വെച്ചിട്ടുള്ളത് അവർ. അപ്പോൾ ആ വീട് പൊളിക്കാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ വീട് വെച്ചതാട്ടോ. അപ്പോൾ ഫ്ലോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇനിയും പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ അകത്തൊക്കെ കയറിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അവിടെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതിപ്പോൾ എന്താ വെച്ചാൽ ഒന്നും വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ അകത്തേക്ക് പൊടികൾ. പിന്നെ എന്താ വെച്ചാൽ ഈ ഭാഗത്തൊക്കെ നല്ല കാറ്റാണ്, നല്ലൊരു സുഖമുള്ള ഏരിയയാണ് കേട്ടോ. പണക്കാട് ആ പുഴയൊക്കെ ഉണ്ടല്ലോ, ആ പുഴേൻ്റെ ഒക്കെ അടുത്താണ് ഇവരെ വീട്. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വേനൽക്കാലത്തിൻ്റെ ഒരു ഫീലൊന്നും വരുന്നില്ല. നല്ല പച്ചപ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, നല്ല അടിപൊളി. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആ സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടെ അകത്തൊക്കെ കയറിയിട്ട് നോക്കുക. പിന്നെ എന്താ വെച്ചാൽ ഈ വീടിൻ്റെ അങ്ങോട്ട് അകത്തേക്കും അവിടെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ അവിടേക്കൊക്കെ നല്ല കാറ്റ്. ഞങ്ങൾ ഒരുപാട് സമയം അവിടേക്ക് ഇരുന്ന് സംസാരിച്ചിരുന്നു കേട്ടോ. എല്ലാവരും കൂടി അമ്മായിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ബാത്റൂമും ഇതൊക്കെ എടുത്തി നടന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ വെച്ചാൽ വീട്ടിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ മോഡലുകളും കാണുന്നതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ഓരോന്നൊക്കെ തോന്നുക. അങ്ങനെ ഞങ്ങൾ റൂമുകളും എല്ലാം കണ്ടു കേട്ടോ. പിന്നെ അടുക്കളയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ ഉള്ള വീട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പറഞ്ഞാൽ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഉള്ള സൗകര്യത്തിൽ നമ്മൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഇതൊക്കെ ഒരു അടിപൊളിയാക്കിയിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുമരൊക്കെ ടൈലൊട്ടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതേപോലെ അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുപ്പിന് പണി, ഇനി അവിടെ വീതനയ്ക്കൊക്കെ ടൈലൊക്കെ വയ്ക്കാനും അതൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പണികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ അവർ കുടിയിരിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ വൈഫ് പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ഇനി ഏതായാലും ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വീട്ടിൽ കയറിയിരിക്കണുള്ളൂ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ജനൽപ്പൊളി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അമ്മായി അവിടെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ വേണ്ടാന്ന് പറഞ്ഞാൽ കേട്ടോ, വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പോരുകയാണ് കേട്ടോ. അവിടുന്ന് പോരുമ്പോൾ തിരിച്ച് ചെറിയ അമ്മായിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ അമ്മായിയുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. ഇത് ചെറിയ അമ്മായിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി.
അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ബെല്ലടിച്ചിട്ടൊന്നും അവരറിഞ്ഞിട്ടില്ല കേട്ടോ. അവരിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് ഇന്ന് ഡ്യൂട്ടിയൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ. അപ്പോൾ അവർ നല്ല ഉറക്കത്തിലൊന്നും ആയിട്ടുണ്ട്. അമ്മായി മാമനും അവിടുന്ന് ഒരു മരിച്ച വീട്ടിലേക്ക് ദുഃഖം കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ മൂത്ത മരുമകൾ. അപ്പോൾ ഇത് ചെറിയ മോനാണ് അവനും വന്നു. പിന്നെ ഇവണ്ടല്ലോ, എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നതും എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒരാളാണ് കേട്ടോ. പിന്നെ ഈ ചുമരിൽ കാണുന്നതാണ് എൻ്റെ അച്ഛമ്മ. അപ്പോൾ അച്ഛമ്മ ഞങ്ങൾ വിട്ടു പോയിട്ട് 1 വർഷം ആയിട്ടില്ല, 1 വർഷം ആവാറായിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മേൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അച്ഛമ്മേനെ നമ്മൾക്ക് എപ്പോഴും അച്ഛമ്മ ഇല്ലാത്തൊരു ഫീല് ഭയങ്കരമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അച്ഛമ്മ ഒരു സമയം നമുക്ക് വെറുതെ ഇരിക്കണ ഒരു ഇത് കണ്ടിട്ടില്ല. അതേപോലെ നമ്മളൊന്ന് കിടക്കുകയാണെങ്കിൽ എന്താണ് എടി, എന്താണ് എനിക്ക് പറ്റിയെന്നൊക്കെ വന്ന് ചോദിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു അച്ഛമ്മ. അപ്പോൾ അച്ഛമ്മ കുറേ 1 വർഷത്തോളം തീരെ വയ്യാതെ കിടന്നിട്ട് അതിന് ശേഷമാണ് മരിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒരുപാട് ഫീലായിട്ടുണ്ട്. ആ അച്ഛമ്മേനെ എപ്പോഴും ആലോചിക്കുമ്പോൾ അതേപോലെയുള്ള വയസ്സായ അമ്മമാരൊക്കെ കാണുമ്പോൾ നമുക്ക് അച്ഛമ്മേനെ കാണുന്ന പോലെയൊക്കെ ഇടയ്ക്ക് തോന്നും. ഭയങ്കര ഫീലാവും. ചില വീഡിയോകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് മനസ്സിനൊരു ടെൻഷനൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം ഒക്കെ നാരങ്ങ വെള്ളമൊക്കെ അല്ലേ കുടിച്ചത്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ചായയാണ് കേട്ടോ കുടിക്കുന്നത്. ചൂടിന് നല്ല ചൂടുള്ള ചായ, എന്നാലും അടിപൊളി ചായയൊക്കെ അവൾ ഉണ്ടാക്കി കേട്ടോ അനു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവനും ഷീനും ഉണ്ടായിരുന്നു, പിന്നെ അനു ആണ് കേട്ടോ മരുമകളെ പേര്. അപ്പോൾ അവൾ അവിടെ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചേച്ചി വെറുതെ പറഞ്ഞിരുന്ന അവനോട് ഞങ്ങൾക്ക് എന്തെങ്കിലും പൊരിക്കടിയും ചായയൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവന് മുട്ട ബജിയൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിപ്സും മുട്ട ബജിയൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. ഒരു ചൂടിന് നമുക്ക് ചായ തന്നെ ആകുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരിടത്തുനിന്ന് കഴിച്ച് വന്നതുമാണല്ലോ. അധിക സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല, അധിക ദൂരങ്ങളൊന്നുമില്ല കേട്ടോ അവിടേക്ക്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അവിടുന്ന് തിരിച്ചിറങ്ങി ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ ചട്ടിപ്പറമ്പിൽ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ എത്തി, ആ സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ അവിടെ പൊന്നു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. പൊന്നു തിരിച്ച് പോവുക നാട്ടിലേക്ക്. അപ്പോൾ അവൾ റെഡിയായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്, ട്രെയിനിലല്ലേ പോകണം, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണെന്ന് കണ്ടപ്പോൾ അവൾ ചിരിക്കുകയാണ് കേട്ടോ. അത് ചിരിച്ചിട്ട് വേണ്ടെന്നൊക്കെ പറയണേ, ചിരിക്കുക അങ്ങനെയൊന്നും കാണിക്കണ്ട, ഞങ്ങൾ എന്നെ കാണിക്കാതെ എങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എടുത്തി. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർക്ക് 4 ഊഞ്ഞാലും കിട്ടി, ആ 4 ആൾക്കാർക്ക് ആടാനും പറ്റി. അങ്ങനെ ഉണ്ടായത്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ച് പോരുമ്പം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.